ഗുഡ് മോർണിംഗ് സുഹൃത്തുക്കളെ. പുതിയ ഒരു അടിപൊളി വീഡിയോയിലേക്ക് വീണ്ടും വീണ്ടും സ്വാഗതം. ഇന്ന് 15 ദിവസത്തെ വെക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് പൊന്നൂട്ടിക്ക് സ്കൂള് തുറക്കുന്ന ദിവസമാണ്. വലിയ താല്പര്യമൊന്നും ഇല്ല പോവാൻ. 2 ദിവസം കൊണ്ട് ഞാൻ പറഞ്ഞ് 2 ദിവസം കൂടെ കഴിയുമ്പോൾ സ്കൂള് തുറക്കുമെന്നൊക്കെ പറയുമ്പോൾ വലിയ താല്പര്യമൊന്നും ഇല്ല. അമ്മ ഞാൻ പോകണോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു പോകണം. കുറേ നാൾ കൊണ്ടേ പോകുന്നില്ല. അച്ഛൻ വന്ന്, മാമൻ വന്ന്, മാമി വന്ന് പോകുന്നില്ല. എന്തായാലും പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ്. എന്തായാലും ആൾ ഉറക്കം എഴുന്നേറ്റിട്ടില്ല. ഈ ക്രിസ്മസ് ട്രീയും പുൽക്കൂടൊക്കെ ഇവിടുന്ന് എടുത്ത് മാറ്റേണ്ട സമയം കഴിഞ്ഞ് കേട്ടോ. ഇന്നെങ്കിലും എടുത്ത് മാറ്റണം. പൊന്നൂട്ടി സ്കൂളൊന്നും ഇല്ലാത്ത ദിവസം 8 മണി 8:30ക്കാണ് ഉറക്കം എഴുന്നേൽക്കാറ്. ഇപ്പോൾ 7 മണിയായി. ഇപ്പോഴേ വിളിച്ചുണർത്തിയാലേ ഇവളെ നല്ലപോലെ ഫ്രഷാക്കി ഇവൾക്ക് ഫുഡൊക്കെ കൊടുത്ത് ഇവളെ റെഡിയാക്കി 8:45 ആകുമ്പോൾ ഇവളെ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇനി ഫുഡ് കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ ചടങ്ങെന്ന് പറയുന്നത്. ഒരു 1 1/2 മണിക്കൂർ നീണ്ടു നിൽക്കുന്നൊരു ടാസ്ക് തന്നെയാണ്. എന്നും രാത്രി എൻ്റെ കൂടെ നേരെ കിടന്നുറങ്ങുന്ന ആളാണ്. രാവിലെ എണീക്കുമ്പോൾ ചരിഞ്ഞാണ് കിടക്കാറ്. എന്നും ഇത് തന്നെയാണ്. എവിടെ കിടന്നാലും ഇത് തന്നെയാണ് അവസ്ഥ. കഴിഞ്ഞ ഒരു 6, 7 മാസം മുന്നേ ഞാൻ പൊന്നൂട്ടിയുടെ ഒരു ഓഹ്, ഡെയിലി റുട്ടീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ തലേന്നേ പറഞ്ഞു. മക്കളെ നാളെ രാവിലെ അമ്മ വീഡിയോ ഷൂട്ട് ചെയ്യും. മക്കള് ഉറക്കം എഴുന്നേൽക്കുന്ന സമയം തൊട്ടേ അമ്മ വീഡിയോ എടുക്കും. അപ്പം ഓക്കെ ആയി. അതിനെല്ലാം മൈൻഡൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് അവൾ ഉറങ്ങിയത്. പക്ഷേ ഇപ്പഴും പറഞ്ഞില്ല. ഇതിപ്പോൾ ഇന്ന് രാവിലെ ഞാൻ തീരുമാനിച്ചതാണ് വീഡിയോ എടുക്കാം, പൊന്നൂട്ടിയുടെ ഒരു മോർണിംഗ് റുട്ടീനായിട്ട് എടുക്കാം എന്ന് വിചാരിച്ചത്. അതുകൊണ്ട് ഇതൊന്നും അറിയാതെ കിടന്ന് ഉറങ്ങുവാണ്. എപ്പോഴും ഉറക്കം എണീറ്റാലും അമ്മ 10 മിനിറ്റ്, പിന്നെ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ പറയും അമ്മ ഒരു 5 മിനിറ്റ്. എന്തായാലും തനിയെ എന്നും പൊന്നൂട്ടി ഉറക്കം എണീറ്റ് വന്ന ദിവസങ്ങൾ 1 2 ദിവസങ്ങളേ ഉള്ളൂ. നമ്മൾ തന്നെയാണ് പോയി എടുത്ത് അവൾ അച്ഛനുണ്ടെങ്കിൽ അച്ഛൻ, ഇല്ലെങ്കിൽ ഞാൻ, ഇല്ലെങ്കിൽ അമ്മ ആരെങ്കിലുമൊക്കെ ചെന്ന് എടുത്ത് ഡെയിലി ഈ വാഷ് ബേസിൻ്റെ അവിടെ കൊണ്ടുവച്ച് ബ്രഷ് ചെയ്യിപ്പിച്ചിട്ടൊക്കെയാണ് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളിലോട്ട് പൊന്നൂട്ടി കിടക്കുന്നത്. ഇത് ബ്രഷും ടൂത്ത് പേസ്റ്റൊക്കെ ആയിട്ട് ഇരിക്കുന്നതേ ഉള്ളൂ. ഒറ്റയ്ക്കൊന്നും പല്ല് ബ്രഷ് ചെയ്യാറില്ല. ചെയ്തിട്ടും വൃത്തിയൊന്നും ആവില്ല. അതുകൊണ്ട് ഞാനും അമ്മയൊക്കെ തന്നെ ചെയ്ത് കൊടുക്കാറ്. ഞാൻ ഈ ഒരു വൈറ്റ് സ്റ്റോണ് ഒരു ബൗളിലിട്ട് ഇവിടെ വെച്ചേക്കുവായിരുന്നേ. ആ ബൗളിൻ്റെ കഷ്ടകാല സമയത്തിന് ഞാൻ 2 ദിവസം മുന്നേ ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് എടുത്തതാണ്. അത് പൊട്ടിപ്പോയി. പിന്നീട് വാങ്ങിക്കണമെന്ന് വിചാരിച്ചിട്ട് ഇവിടുത്തെ ആ ഒരു ഷോപ്പ് ഓപ്പൺ ആയിട്ടുമില്ല. ഇനി ഇന്നോ നാളെയോ അത് മേടിക്കണം. ഇനി ആകെ ഒരു സ്റ്റോൺ അങ്ങനെ അവിടെ കിടന്നിട്ട് എനിക്ക് ആകെ ഒരു വല്ലാണ്ട് അങ്ങനെ ഇട്ടേക്കാൻ ശരിയാവില്ല. അത് വാങ്ങിച്ച് വെക്കണം. അതിൻ്റെ കൂടെ ഒരു ഫൈറ്ററിനെയും കൂടെ വാങ്ങിച്ചിടണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ ഫൈറ്റർ ഇവിടെ എത്ര വാങ്ങിച്ചാലും ചത്തു പോകണം. അതുകൊണ്ട് ഏട്ടൻ പറഞ്ഞു ഫൈറ്റർ വാങ്ങിക്കണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ പൊന്നൂട്ടിയെ ഞാൻ ബ്രഷൊക്കെ ചെയ്യിപ്പിച്ച് പൊന്നൂട്ടിയെ കുളിപ്പിച്ച് കേട്ടോ. തല കുളിപ്പിച്ചിട്ടില്ല. പൊന്നൂട്ടിയെ മേല് കഴിച്ചിട്ടേ ഉള്ളൂ. രാവിലെ നല്ല തണുപ്പുണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളമൊക്കെ ചൂടാക്കിയാണ് പൊന്നൂട്ടിയെ കുളിപ്പിക്കുന്നത്. പൊന്നൂട്ടിയാണെങ്കിൽ കഴിഞ്ഞ വർഷം LKGയിലൊക്കെ പഠിക്കുമ്പോൾ ഞാൻ രാവിലെ 3, 4 ദിവസം കുളിപ്പിച്ചിട്ട് വിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ പോയി കിടന്ന് വെയിലത്ത് ചാടി വിയർത്ത് പിന്നെ ഹോസ്പിറ്റലിൽ തന്നെ. അതുകൊണ്ട് ഇപ്പോൾ പൊന്നൂട്ടിയുടെ തല കുളിപ്പിച്ച് സ്കൂളിൽ വിടാറില്ല. ഇന്ന് രാവിലെ ഉറക്കം എഴുന്നേറ്റപ്പോൾ അമ്മ ചോദിച്ചു, "മക്കളെ എന്ത് വേണം? കാപ്പിക്ക് എന്ത് വേണമെന്ന്?" ചോദിച്ചപ്പോൾ പെട്ടെന്ന് അവളെ വായിൽ വന്ന് ഉപ്പുമാവെന്ന് അവളങ്ങ് പറഞ്ഞു പോയി. അവൾ വെറുതെ പറഞ്ഞതാണെന്ന് എനിക്കറിയാം. അവൾ കഴിക്കാത്ത സാധനമാണ്. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അമ്മൂമ്മ ഉപ്പുമാവും കൊണ്ടുവരുമെന്ന് അവൾ വിചാരിച്ചില്ല. അങ്ങനെ ഉപ്പുമാവൊക്കെ കഴിക്കാൻ എടുത്തപ്പോൾ പറഞ്ഞു, "എനിക്ക് സിറ്റൗട്ടിൽ പോയിരുന്ന് കഴിക്കണമെന്ന്" പറഞ്ഞു. ഈ പുതച്ച് വെച്ചിരിക്കുന്ന പുതപ്പ് ഒരു 10, 12, 12 അല്ല, ഞാനും ഉണ്ണിക്കുട്ടനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയം തൊട്ട് നമ്മുടെ വീട്ടിലുണ്ടായിരുന്നൊരു ബെഡ്ഷീറ്റാണ് ഇത്. ഇത് അമ്മ ഇങ്ങ് വന്നപ്പം അതിൻ്റെ കൂടെ അമ്മ ഇതിങ്ങ് കൊണ്ടുവന്നു. ഭയങ്കര പക്ഷേ അത് തന്നെ ഒരു തണുപ്പാണ്. അത് പുതച്ചെന്നും പറഞ്ഞ് നമുക്ക് തണുപ്പൊന്നും മാറത്തില്ല. അതേ ഒരു തണുപ്പാണ്. എന്തായാലും അമ്മയും കൊണ്ടുവന്നു. അങ്ങനെ പൊന്നൂട്ടിക്ക് അതാണ് ഇഷ്ടം. ഇവിടെ കിടക്കുന്ന സാധാ ബ്ലാങ്കറ്റുകളൊന്നും പൊന്നൂട്ടിക്ക് വലിച്ച് പൊക്കാൻ പോലുള്ള ആരോഗ്യമില്ല. അങ്ങനെ അമ്മൂമ്മേരെ പുതപ്പൊക്കെ എടുത്ത് പുതച്ച് സിറ്റൗട്ടിൽ വന്നിരിക്കുകയാണ്. യൂണിഫോം ഉൾപ്പെടെ ഇട്ടിട്ടാണ് ഈ പരിപാടി കാണിക്കുന്നതെന്ന് ഓർത്തോണം. ഇനിയാണ് ഏറ്റവും വലിയ ടാസ്ക്. ഇന്ന് ആ ടാസ്ക് എന്തായാലും അമ്മ ഏറ്റെടുത്തേക്കണം. ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. അമ്മ കാപ്പി കൊടുക്കുവാണ്. നമുക്ക് ആ സമയം കൊണ്ട് പൊന്നൂട്ടിയുടെ ഇന്നത്തെ ലഞ്ച് ബോക്സൊക്കെ പാക്ക് ചെയ്യാം. പ്രത്യേകിച്ച് ഒരു കുന്തവും ഇതിനകത്തില്ല. ഇതിനകത്ത് ചോറ്, പിന്നെ സ്ഥിരമായിട്ടുള്ള പൊന്നൂട്ടിയുടെ കറിയാണ് പുളിശ്ശേരി. പൊന്നൂട്ടി രസമോ സാമ്പാറോ അങ്ങനെയുള്ള ഒറ്റ സാധനം കഴിക്കത്തില്ല. വീട്ടിലാണെങ്കിൽ നമ്മൾ സാമ്പാറിനകത്ത് കിടക്കുന്ന പീസൊക്കെ എടുത്തിട്ട് കൊടുക്കും. സ്കൂളിൽ അതൊന്നും ഇവൾക്ക് കൊടുത്തു വിട്ടാൽ ഇവൾ തനിയെ എടുത്ത് കഴിക്കത്തില്ല. പിന്നെ പുളിശ്ശേരി അവൾക്ക് നല്ല കുറുകുറാന്നിരിക്കുന്ന പുളിശ്ശേരി വേണം. അല്ല വെള്ളം കണക്കിരിക്കുന്നതൊന്നും സാറിന് ഇഷ്ടമല്ല. പുളിശ്ശേരി എന്നും വേണം. പിന്നെ മീൻ പൊരിച്ചതൊക്കെ ഉണ്ടെങ്കിൽ തോന്നുന്നെങ്കിൽ തിന്നും. മൂഡ് ശരിയാണെങ്കിൽ തിന്നും. അവളെ ഫ്രണ്ട്സിനൊക്കെ മീൻ പൊരിച്ചതൊക്കെ ഉണ്ടെങ്കിൽ അവൾക്കൂടെ ഒരു കമ്പനിക്ക് വേണ്ടി അവൾ ചിലപ്പോൾ കഴിച്ചെന്നിരിക്കും. ഇല്ലെങ്കിൽ വേണ്ടെങ്കിൽ ഈ കൊണ്ടുപോകണ എല്ലായിടത്തും ഫ്രണ്ട്സിന് കൊടുത്തിട്ട് വരും. വന്നിട്ട് എൻ്റെ അടുത്ത് പറയും, "അമ്മ ഞാൻ ഇന്ന് അതൊട്ടും കഴിച്ചില്ല. ഞാൻ എൻ്റെ ഫ്രണ്ട്സിന് കൊടുത്ത്" എന്ന് പറയും. അതുകൊണ്ട് നമുക്കറിയാം. അങ്ങനെ പുളിശ്ശേരി എന്നും വേണം. പിന്നെ സാറിന് ഡെയിലി വേണ്ടത് ബീറ്റ്റൂട്ട് തോരനാണേ. കഴിഞ്ഞ ഒരു 7, 8 മാസം ഫുള്ള് ബീറ്റ്റൂട്ട് തോരൻ. ഒരിക്കൽ ആരോ സ്കൂളിലെ അശ്വതി മിസ്സോ മറ്റോ എൻ്റെ അടുത്ത് ചോദിക്കുകയും ചെയ്തു, "ഇവൾക്ക് എന്ത് എന്നും ബീറ്റ്റൂട്ട് തോരൻ?" ഞാൻ പറഞ്ഞു, "ഇല്ലാത്തതുകൊണ്ടോ വെച്ച് കൊടുക്കാത്തതുകൊണ്ടോ അല്ല, ഡെയിലി അത് വേണം." ആ ഒരു റെഡ് കളറൊക്കെ ഇഷ്ടമാണ്. പക്ഷെ ഇന്ന് ഞാൻ എന്തായാലും ബീറ്റ്റൂട്ട് തോരൻ എടുത്തില്ല. ഇന്ന് ഞാൻ
ചുവന്ന ചീരയാണ് എടുത്തേക്കുന്നത്. ഞാൻ പറഞ്ഞു ബീട്രൂട്ട് തോരനാണെന്ന്. അവൾക്ക് കണ്ടാലൊക്കെ അറിയാം. കണ്ടറിയാൻ വയ്യാത്ത കുഴപ്പമൊന്നുമില്ല. എന്നാലും പണ്ടൊക്കെ അവളെ പറ്റിക്കാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ പറ്റിക്കാനൊന്നും പറ്റത്തില്ല. പിന്നെ ചൂര മീൻ ഫ്രൈ ചെയ്തതുണ്ടായിരുന്നേ. അത് ഞാൻ ഫുള്ളായിട്ട് വെച്ച് കൊടുക്കത്തില്ല. എനിക്കൊരു പേടിയുണ്ടായിട്ട് ഞാൻ മുള്ളൊക്കെ ഉണ്ടോയെന്ന് നോക്കിയിട്ട് അത് മുറിച്ചാണ് വെക്കാറുള്ളത്. ഇത് ഒരു പീസ് ചില ദിവസങ്ങളിൽ കഴിക്കും. ചില ദിവസങ്ങളിൽ പറയും എനിക്ക് ഭയങ്കര പല്ല് വേദന, എനിക്ക് മീൻ ചവയ്ക്കാൻ വയ്യെന്ന് കള്ളത്തരം പറഞ്ഞുകൊണ്ട് വരും. എന്തായാലും കഴിക്കുന്നെങ്കിൽ കഴിക്കട്ടെ. ഒരു പീസെങ്കിൽ ഒരു പീസ്, കഴിക്കാൻ തോന്നുന്നെങ്കിൽ കഴിക്കട്ടെ എന്ന് പറഞ്ഞാണ് ഈ വെച്ച് കൊടുക്കുന്നത്. ഇനി കഴിക്കുന്നോന്ന് വൈകിട്ട് വരുമ്പോഴേ അറിയത്തുള്ളൂ. അച്ചാർ വേണമെന്ന് പറഞ്ഞു. പക്ഷേ മാങ്ങ അച്ചാർ ഇവിടെ തീർന്നു പോയി. നാരങ്ങ അച്ചാർ അവൾ കഴിക്കത്തുമില്ല. അതിങ്ങനെ ഇതെല്ലാം പാക്ക് ചെയ്ത് സാറിൻ്റെ ലഞ്ച് ബോക്സ് ഞാൻ അടയ്ക്കുവാണ്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചത്. 2 എണ്ണം ഒരേപോലത്തത് വാങ്ങിച്ചു. ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുപോകാനും ഒന്ന് ലഞ്ച് കൊണ്ടുപോകാനായിട്ട് വാങ്ങിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് കാര്യമായിട്ടൊന്നും കൊടുത്തു വിടാറില്ല. കൂടുതലായിട്ടും അവള് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുപോണത് എന്തെങ്കിലും നമ്മൾ കൊടുത്തു വിടും. പിന്നീട് കൊണ്ടുപോണത് ഞാൻ ബനാന നെയ്യിൽ ഫ്രൈ ചെയ്ത് കൊടുത്തു വിടും. അത് കഴിക്കും. പിന്നെ അപ്പവും ദോശയൊക്കെ വല്ലപ്പോഴേ കൊടുത്തു വിടാറുള്ളൂ. കാരണം സ്കൂളിൽ കൊണ്ടുപോയാലും അതുപോലെ കൊണ്ട് കളയുമെന്ന് പറയും. പിന്നെ 2 3 പീസ് കഴിച്ചിട്ട് പോണമെങ്കിൽ പിന്നെ അത് കൊടുത്തു വിടാറില്ല. സ്നാക്സ് സാറിന് ഓറിയോ ബിസ്ക്കറ്റാണ് ഇഷ്ടം. എനിക്ക് ബിസ്ക്കറ്റ് വാങ്ങിച്ചു കൊടുക്കാൻ യാതൊരു താല്പര്യവുമില്ല. പക്ഷേ അമ്മ എനിക്ക് ഓറിയോ മതി, ഓറിയോ ബിസ്ക്കറ്റ് മതിയെന്നും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കൊടുക്കാണ്ടിരിക്കാനും തോന്നത്തില്ല. ഇത് ഇന്നലെ പോയി ഇവിടുത്തെ കടയിൽ നിന്ന് എന്നെയും വിളിച്ചു കൊണ്ടുപോയി വാങ്ങിച്ചതാണ്. ഇന്നലെ അവിടെ ചെന്നപ്പോഴാണ് ഈ ഒരു ഫ്ലേവർ കണ്ടത്. ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. പൊന്നൂട്ടി ആദ്യമായിട്ടാണ് കാണുന്നത് ഓറഞ്ച് ഫ്ലേവർ. ടേസ്റ്റ് പോലും എനിക്കറിയില്ല. എനിക്ക് ടേസ്റ്റ് നോക്കാൻ പോലും ഈ പണ്ടൊക്കെ ബിസ്ക്കറ്റ് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പോൾ ബിസ്ക്കറ്റൊന്നും കഴിക്കാനേ തോന്നുന്നില്ല. ചോക്ലേറ്റ്, ബിസ്ക്കറ്റ്. ഏറ്റവും കൂടുതൽ ഞാൻ വെറുത്തൊരു സാധനം ഐസ്ക്രീമാണ്. ഐസ്ക്രീം പിന്നെ വല്ലപ്പോഴും വാനിലയുടെ ഫ്ലേവറോ ബട്ടർ സ്കോച്ചോ കാണും ഒന്ന് ടേസ്റ്റ് ചെയ്താലായി. അങ്ങനെ പൊന്നൂട്ടിയുടെ ടിഫിൻ ബാഗൊക്കെ നമ്മൾ പാക്ക് ചെയ്യുവാണ്. എനിക്ക് വീഡിയോ എടുത്തു തരാൻ ആരുമില്ല. ഞാൻ ഒരു കയ്യിൽ ഫോൺ വെച്ചിട്ട് ഒരു കൈ കൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. അതിൻ്റേതായ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ക്ഷമിക്കുക. ഏട്ടനുള്ളപ്പോൾ എത്ര വീഡിയോ ഏത് പാതിരാത്രി എടുക്കണോ വെളുപ്പാങ്കാലത്ത് എടുക്കണോ വീഡിയോ എടുത്തു തരാൻ റെഡിയായിരുന്നു. അന്നെനിക്ക് വ്ളോഗ് ചെയ്യാനായിരുന്നു മടി. ഇപ്പോൾ വീഡിയോ എടുത്തു തരാൻ ആളില്ല. വ്ളോഗ് ചെയ്യണം. എല്ലാത്തിനും ഒരാളേ ഉള്ളൂ. അങ്ങനെ ഈ സെയിം വാട്ടർ ബോട്ടിൽ അവളുടെ ഒരു ഫ്രണ്ടിനുണ്ട് അൽഫിദയ്ക്ക്. ഞാൻ പറഞ്ഞു മാറി എടുത്ത് കുടിക്കില്ലേ എന്ന് പറയും. പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. മാറി അങ്ങനെ എടുത്ത് കുടിക്കുന്നോന്ന് അറിയില്ല. എന്തായാലും എല്ലാം റെഡി ആയിട്ടുണ്ട്. ബാഗ് സ്കൂൾ ബാഗിലല്ലാണ്ട് ഒന്നുമില്ല. അവരുടെ ടേം ടെക്സ്റ്റ് മാത്രമേ ഉള്ളൂ. പിന്നെ പെൻസില്, പിന്നെ ഡയറി, പിന്നെ ക്രയോൺസ് അത്രയേ ഉള്ളൂ. അല്ലാതെ നോട്ട് ബുക്ക് എല്ലാം അവരവിടെ മേടിച്ച് വെക്കും. ഹോംവർക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നോട്ട് ബുക്ക് വീട്ടിൽ കൊടുത്ത് വിടത്തുള്ളൂ. അല്ലാണ്ട് ആ ബാഗിനകത്തൊന്നുമില്ല. പക്ഷേ ബാഗിനൊരു വെയിറ്റുണ്ട്. അതൊക്കെ കഴിച്ചിട്ട് സാറ് കാപ്പി കുടിച്ച് തീർന്നോന്ന് അറിയാൻ വേണ്ടി ഞാൻ വന്നതാണേ. അതേപോലെ ഇവിടെ ഇരിപ്പുണ്ട്. ഒരു വായിൽ വെച്ചാൽ ഒരു 15, 20 മിനിറ്റ് അത് അതേപോലെ വെച്ചേക്കും. വഴക്ക് പറഞ്ഞ്, വഴക്ക് പറഞ്ഞ്, വഴക്ക് പറഞ്ഞ് അതേ കണക്ക് അവിടെ ഇരിക്കും. അവസാനം കരഞ്ഞ് വിളിച്ച് പോകും. അപ്പോൾ അവൾ രാവിലെ കരയിക്കാതിരിക്കാനാണെന്ന് തോന്നുന്നു അമ്മ രാവിലെയും കാപ്പി കൊടുക്കാമെന്നും പറഞ്ഞ് എടുത്തത്. പക്ഷേ കരയിക്കാതിരിക്കാനും പറ്റത്തില്ല. ഇവൾ സ്കൂളിൽ പോയി കഴിയുമ്പോൾ എനിക്ക് തലവേദനയാണ്. കാരണം അത്രയും ബഹളമാണ് ഇവിടെ രാവിലെ നടക്കുന്നത്. ഒരു വക കഴിക്കത്തില്ല. ഇപ്പോഴും അതേ കണക്ക് ഇവിടെ ഇരിക്കുവാണ്. ഇനി കുറേ സമയം ഇവിടെ ഇരിക്കും. ഏകദേശം 8 മണി കഴിഞ്ഞ് 8:45 ആയിട്ട് പോയാൽ മതിയല്ലോ. അങ്ങനെ ഇരിക്കുവാണ്. അങ്ങനെ ഒരു വിധമൊക്കെ ആയപ്പം ഉണ്ണിക്കുട്ടൻ വിളിച്ച്. ഉണ്ണിക്കുട്ടൻ എന്തോ ഷേവൊക്കെ ചെയ്തിരിക്കുന്ന ഉണ്ണിക്കുട്ടൻ മാമയും ഇപ്പോൾ ഉണ്ണിക്കുട്ടൻ ചേട്ടനായെന്നൊക്കെ പറഞ്ഞ് അവൻ എന്തൊക്കെയോ പറഞ്ഞ് അവൻ്റെ അടുത്ത് നുണയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേനും അവൻ പറഞ്ഞു ഇന്ന് സ്കൂളിൽ പോകണ്ട, ഇന്ന് ഒരു ദിവസം കൂടെ അവധി ഇടുമെന്ന് വെറുതെ അവൻ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അതിൽ കയറി പിടിച്ചിട്ട് വന്നു അമ്മ ഉണ്ണിക്കുട്ടൻ ചേട്ടനുണ്ടല്ലോ പറഞ്ഞ് അവധി എടുക്ക് സ്കൂളിൽ പോകണ്ടെന്നൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞു. അടുത്ത സോക്സ് ഇടുവാണ്. ഞാൻ പറഞ്ഞു കാലൊക്കെ പൊക്കുന്ന സൂക്ഷിച്ച് വേണം, ക്യാമറയിൽ കാണും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരു ചമ്മലൊക്കെ ഉണ്ടായിരുന്നു. വലിയ ചമ്മലൊന്നുമില്ല. സോക്സൊക്കെ തനിയെ ഇടണമെന്ന് പറഞ്ഞ് സോക്സൊക്കെ ഇട്ട് അപ്പോഴാണ് ഞാൻ ഐഡൻറ്റിറ്റി കാർഡ് എടുത്തുകൊണ്ട് വന്നത്. അപ്പോൾ അതും തനിയെ ഇടണമെന്ന് പറഞ്ഞ് ഐഡൻറ്റിറ്റി കാർഡൊക്കെ ഇട്ടിട്ട് എന്നെ ഒന്ന് നോക്കും. ഞാൻ പറയണം കൊള്ളാമെന്ന് ഞാൻ പറയണം. കൊള്ളാമെന്ന് ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഭയങ്കര ഇതാണ്. യോ മോൻ ഇട്ടാ അയ്യോ അടിപൊളി എന്നൊക്കെ പറയണം. ഞാൻ പറഞ്ഞു വലിയ പെണ്ണാണ് ഇനിയിപ്പോൾ അങ്ങനൊന്നും പറയത്തില്ലെന്ന് പറഞ്ഞു. ഇതിപ്പം ഈ ഷൂ ഒന്നും കൈ കൊണ്ട് എടുക്കാറില്ല. ഇത് പുതിയ ഷൂ ആണേ. ഞാൻ ഇന്നലെ വൈകിട്ട് മേടിച്ചുകൊണ്ട് വന്നതാണ്. ഇവളെ പഴയ ഷൂ ഒക്കെ ടൈറ്റായി, നല്ല രീതിക്ക് ടൈറ്റായി. അപ്പം സ്കൂള് അടയ്ക്കുന്നതിന് മുന്നേ പറയുമായിരുന്നു അമ്മ എൻ്റെ ഷൂ എനിക്ക് ടൈറ്റായി വേറെ മേടിക്കണേന്ന് പറയുമായിരുന്നു. ഞാൻ പറയും മേടിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പല ദിവസങ്ങളിലും വിട്ടു പോകുമായിരുന്നു. ഇന്നലെ വൈകിട്ട് ഓർത്തിട്ട് പോയി പുതിയ ഷൂ മേടിച്ച്. അത് പുതിയ ഷൂ ആയതുകൊണ്ടാണ് ഈ കൈ കൊണ്ടൊക്കെ എടുക്കുന്നത്. അല്ലാണ്ട് കൈ കൊണ്ടൊന്നും അധികം ചെരുപ്പൊന്നും എടുപ്പിക്കാറില്ല. അങ്ങനെ ഷൂ ഒക്കെ ഇടുവാണ്. ഷൂ ഇട്ട് തീർന്നാലും ഒരുങ്ങി തീർന്നാലും ഒന്നും പൊന്നൂട്ടി കഴിച്ച് തീരത്തില്ല. അതെന്തായാലും ഫുള്ള് കഴിക്കത്തില്ല. നമ്മൾക്കറിയാം കഴിക്കത്തില്ലെന്ന് നമുക്കറിയാം. കാരണം എന്നും ഇത് തന്നെയല്ലേ. അതുകൊണ്ട് കഴിക്കത്തില്ലാന്ന് അറിഞ്ഞ് തന്നെയാണ് നമ്മളിരിക്കുന്നത്. പിന്നെ ഒരു സ്പൂണെങ്കിൽ ഒരു സ്പൂൺ അത്രയാവട്ടെ എന്നും പറഞ്ഞാണ് ഈ പോകുന്ന സമയം 8:45 വരെ
ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ. അപ്പം ഞാൻ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് അമ്മ ഈ ക്യാമറയിലോട്ട് നോക്കിക്കൊണ്ടിരുന്നത്. ഉണ്ണിക്കുട്ടൻ വിളിച്ചപ്പോൾ ഞങ്ങൾ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതാണ് അങ്ങനെ തന്നെ ഇരിക്കുന്നത്. പൊന്നൂട്ടിയുടെ ഈ വർഷത്തെ യൂണിഫോമാണേ ഇത്. കഴിഞ്ഞ വർഷം വേറെ യൂണിഫോമായിരുന്നു. ഈ വർഷം ഈ യൂണിഫോമാണ്. ഇനി ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ട് വേറെ യൂണിഫോമാണ്. അത് നമുക്ക് സ്കൂള് തുറക്കുന്ന ഒരു സമയത്ത് കുറച്ച് എക്സ്പെൻസീവ് ആണ് ഈ വർഷം തോറുമുള്ള യൂണിഫോം മാറുന്നത്. പക്ഷെ ഇനിയിപ്പം അടുത്ത വർഷം ചേഞ്ച് ആയാൽ പിന്നീട് കുറേ വർഷത്തേക്ക് ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അവരുടെ സ്കൂളിൽ മൊത്തത്തിൽ ഈ ഒരു വർഷം മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ ഒരു ചെക്ക് വരുന്ന ഒരു ടൈപ്പാണ്. അത് ഈ യൂണിഫോം എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. മറ്റത് എനിക്കിഷ്ടമാണ്. പക്ഷേ ഇതിത്തിരി ചെറുതായിട്ടൊക്കെ വരുന്നു. ഞാൻ വിചാരിച്ചു ഇനി 2 മാസം കൂടെയല്ലേ ഉള്ളൂ. മാർച്ചിൽ പിന്നെ വലുതായിട്ട് ക്ലാസ്സൊന്നും കാണത്തില്ല. 2 മാസം കൂടെയല്ലേ ഉള്ളൂ. എന്തായാലും വേറെ മേടിക്കുന്നില്ലാന്ന് വെച്ചു. വേറെ മേടിക്കുന്നൊന്നുമില്ല. ഇതൊക്കെ മതി. പക്ഷേ അത് തീരെ അങ്ങ് ചെറുതായിപ്പോയി ആളിന്. എന്തെങ്കിലുമൊക്കെ കുനിഞ്ഞിങ്ങനെ എടുക്കുമ്പോഴത്തേനൊക്കെ ഫ്രോക്ക് ടൈപ്പാണല്ലോ അതങ്ങ് കയറിപ്പോവും. എൻ്റെ അടുത്ത് പറഞ്ഞമ്മ എനിക്ക് ഉടുപ്പ് ഞാൻ എന്തെങ്കിലുമൊക്കെ തറയിൽ എൻ്റെ പെൻസിലാ ഒക്കെ വീഴുമ്പം ഞാൻ കുനിഞ്ഞെടുക്കുമ്പോൾ എൻ്റെ ഉടുപ്പ് അങ്ങ് കയറിപ്പോണ്. എന്നെ ഫ്രണ്ട്സ് കളിയാക്കുന്നു. ഞാൻ കളിയാക്കാൻ വേണ്ടിയിട്ടൊന്നും കയറിപ്പോണില്ല എന്ന് പറഞ്ഞു. ഫ്രണ്ട്സ് കളിയാക്കത്തൊന്നുമല്ല വെറുതെ പറയുന്നത്. എന്തെങ്കിലുമൊക്കെ സാധനം വേണമെങ്കിൽ വന്ന് പറയും ഫ്രണ്ട്സ് കളിയാക്കുമെന്ന് പറയും. ഒരു ഏതോ ഒരു ടൈപ്പ് ഇറേസറിൻ്റെ കാര്യം ഒരിക്കൽ പറഞ്ഞു. അത് സംഭവം എനിക്കറിയാം. അപ്പോൾ എന്ന് പറഞ്ഞു, "അമ്മ എനിക്ക് അങ്ങനത്തെ ഇറേസർ അല്ലല്ലോ. ഇന്ന ആൾക്ക് അങ്ങനത്തെ ഇതാണ്." അപ്പോൾ അവളെന്നെ കളിയാക്കി. ഞാൻ ചോദിച്ചു, "എന്തിന്?" "അയ്യോ ഇതില്ലല്ലോ" എന്നും പറഞ്ഞ് കളിയാക്കി. അപ്പോൾ ടീച്ചർ പറഞ്ഞ്, "നാളെ ശ്രീനിധി ഇങ്ങനത്തെ ഇറേസറും കൊണ്ട് വന്നാൽ മതിയെന്ന്." ഞാൻ പറഞ്ഞു, "അങ്ങനെ ഒരു ടീച്ചർ പറഞ്ഞെങ്കിൽ അറിയണമല്ലോ ചുമ്മാതെ. എനിക്കറിയാമല്ലോ അങ്ങനെയൊന്നും അവളെ ആരും കളിയാക്കി. അപ്പോൾ അവൾക്കത് വേണം." ഞാൻ പറഞ്ഞു, "ഇപ്പോൾ ഉണ്ട്. ഇവിടെ ഇഷ്ടം പോലെ ഇരിപ്പുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് ഇനി അടുത്ത വട്ടം നമുക്ക് മേടിക്കുന്നെങ്കിൽ നമുക്ക് ആ ടൈപ്പ് മേടിക്കാം" എന്ന് പറഞ്ഞു. അത്ര വലിയ താല്പര്യമൊന്നും ഇല്ലാതെങ്കിലും സമ്മതിച്ചു. ഇപ്പോഴവരുടെ സ്കൂളിൽ 2 സൈഡിൽ കൊമ്പ് കെട്ടണം. അത് നേരത്തെയും അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷേ അത്ര സ്ട്രിക്റ്റ് ഒന്നും അല്ലായിരുന്നു. ഈ ഒരു കഴിഞ്ഞ മാസമാണ് അത് സ്ട്രിക്റ്റ് ആക്കിയത്. വൈറ്റ് ബണ്ണ് വെച്ചിട്ട് 2 സൈഡിലും കൊമ്പ് കെട്ടണം. പിന്നെ വൈറ്റ് ബോയും. ഇന്ന് തിങ്കളാഴ്ച ആയതുകൊണ്ട് തന്നെ റോഡിൽ നല്ല തിരക്കുണ്ടായിരിക്കേണ്ട ഒരു അവസ്ഥയാണ്. പക്ഷേ ഇന്നിപ്പോൾ ഇതുവരെയും കുഴപ്പമില്ല. പ്രത്യേകിച്ച് ഒരു 10, 15 ദിവസമൊക്കെ കഴിഞ്ഞ് സ്കൂളൊക്കെ തുറന്ന ദിവസമാണ് നല്ല തിരക്ക് വരേണ്ടതാ. അനക്കമൊന്നും ഇല്ല. ഇനി കുറച്ച് കഴിയുമ്പം ഒരു 9 മണിയൊക്കെ കഴിയുമ്പഴ് തിരക്ക് കൂടുമായിരിക്കും. പൊന്നൂട്ടി മുടിയൊക്കെ 2 സൈഡിൽ കെട്ടുവാണേ. പൊന്നൂട്ടിയുടെ മുടിക്ക് ഒട്ടും കട്ടിയില്ല. കോഴിവാല് പോലെ ഇരിക്കും. ഒട്ടും കട്ടിയില്ല. എൻ്റെ മുടിയൊന്നും അല്ല. ആരെ മുടിയെന്ന് അറിയാൻ വയ്യ. കട്ടിയേ ഇല്ല. അതുകൊണ്ട് കെട്ടാനും ഒട്ടുമില്ല. കൊമ്പ് കെട്ടുന്ന അമ്മയാണ്. ഞാനങ്ങോട്ട് കെട്ടിയാൽ സെറ്റാവത്തില്ല. അങ്ങനെ ഇന്നത്തെ പൊന്നൂട്ടിയുടെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് പൊന്നൂട്ടി സ്കൂളിലോട്ട് പോവുകയാണ്. സ്കൂട്ടിയിലൊന്നും പോണത് ഒട്ടും ഇഷ്ടമല്ല. സ്കൂട്ടിയിലായാലും കാറിലായാലും പോണത് ഇഷ്ടമേ അല്ല. സ്കൂൾ ബസ്സിൽ പോകാനാണ് സാറിന് താല്പര്യം. ഞാൻ പറഞ്ഞു, "ശാലിനി ഭവനിൽ പഠിക്കുന്നിടത്തോളം കാലം നിൻ്റെ സ്ഥാനം എൻ്റെ സ്കൂട്ടിയുടെ ഫ്രണ്ടിലോ ബാക്കിലോ ആയിരിക്കും. ഇഷ്ടമല്ല എൻ്റെ ഫ്രണ്ട്സുകളെല്ലാം സ്കൂൾ ബസ്സിലാണ് വരുന്നതെന്നൊക്കെ പറഞ്ഞ് പോവുകയാണ്." ഞാൻ പറഞ്ഞു, "എന്തായാലും നീ സ്കൂട്ടിയിലേ പോകണം" എന്നൊക്കെ പറഞ്ഞാണ് ഇപ്പോൾ പോണത്. വലിയ കുഴപ്പമൊന്നും ഇല്ല ഇപ്പം. അപ്പം ഇന്ന് ചെറിയ ഒരു വീഡിയോ ആണ്. പൊന്നൂട്ടിയുടെ മോർണിംഗ് റുട്ടീൻ എന്നും പറഞ്ഞ് ചെറിയൊരു വീഡിയോ ആണ് ഇട്ടേക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.